ഹലോ ഹായ് വെൽക്കം ടു മോമോ ജോഹാൻ. അപ്പൊ ഇന്ന് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒലീവിയ പ്രശ്നം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഈ ഒലീവിയ എന്ന് പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ ആണ്. ആസ് പെർ എൻ്റെ നോളജിലുള്ള ഈ വീഡിയോസ് ഒക്കെ കണ്ട നോളജ് ഞാൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കോൺടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ബട്ട് കണ്ട വീഡിയോസിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് ഒലീവിയ ഇസ് എൻ ഓർഗനൈസേഷൻ ആൻഡ് അവിടുത്തെ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ ഒലീവിയന്റെ ഓണേഴ്സ് ആയിട്ടുള്ള അച്ചു, പിന്നെ അവരുടെ ഹസ്ബൻഡ് സിബൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സാലറിന്റെ മാറ്റർ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. ഒരു ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം അവര് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ബേസ്ഡ് സാലറി ഉണ്ട്, ഫിക്സഡ് സാലറി ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാലറി ഉണ്ട്. അപ്പം ഇവർ ഈ പറയുന്ന മാതിരി എന്താ പറയാ, അവരിപ്പോ ഓർഗനൈസേഷനിൽ ഡിസൈഡ് ചെയ്യാം അവർക്ക് എങ്ങനെയാണ് സാലറി കൊടുക്കേണ്ടത്, കമ്മീഷൻ ബേസിലാണോ അതോ ഫിക്സഡ് സാലറി ആണോ എന്നുള്ളത് ഓർഗനൈസേഷന് ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനും ഡിസൈഡ് ചെയ്യാം. രണ്ടുപേരും ഒരു മ്യൂച്വൽ എഗ്രിമെന്റിൽ നിന്നിട്ട് അവർക്ക് മുന്നോട്ട് പോവാം. അല്ലാതെ അവിടെയുള്ള സ്റ്റാഫ്സിന് സാലറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ കമ്മീഷൻ ബേസ്ഡ് ആണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു മാസം വർക്ക് ചെയ്തിട്ട് ദേ ക്യാൻ ലീവ്. അവർക്ക് എന്താണ്, അവർക്ക് ഫസ്റ്റ് അവരോട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അറ്റ് എൻഡ് ഓഫ് എ മന്ത് അവർക്ക് മനസ്സിലാവും അത് കമ്മീഷൻ ബേസ്ഡ് ആണോ അതോ ഫിക്സഡ് സാലറി ആണോ എന്നുള്ളത് ഏതൊരു ആൾക്കും മനസ്സിലാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്കും ഈവൻ സ്റ്റാഫിനും ഡിസിഷൻ എടുക്കാം, അതായത് അവർക്ക് ഇട്ടിട്ട് പോവാം. സോ അതുകൊണ്ട് ആ ഓർഗനൈസേഷൻ സാലറിയുടെ ഇഷ്യൂ പറയുന്നതിൽ എനിക്ക് തോന്നില്ല. ഐ തിങ്ക് പിന്നെ അവരുടെ സൈഡിലാണ് ശരിയുള്ളത്, ഓർഗനൈസേഷന്റെ സൈഡിലാണ് ശരിയുള്ളത് എന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവരുടെ ഒരു എഗ്രിമെന്റിന് താല്പര്യമില്ലെങ്കിൽ എനി ടൈം ഐ ക്യാൻ റിസൈൻ, റൈറ്റ്? സോ ആ ഒരു മാറ്ററിൽ ആൻഡ് I don't have എനിക്ക് I don't think ഒലീവിയ എന്നൊരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. ആൻഡ് അവരുടെ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു, ഒലീവിയയുടെ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. പറയുന്നു എന്താണ്, ഞാൻ അന്നം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അന്നം കൊടുക്കുന്നത് നിങ്ങൾ വെറുതെ ആണോ? പണിയെടുപ്പിച്ചിട്ടല്ലേ പൈസ കൊടുക്കണേ? സോ ദാറ്റ് ഇസ് നോട്ട് എ ഫേവർ ഫ്രം യുവർ സൈഡ്. അവർക്ക് ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ജോലി എടുക്കുന്നവർ എവിടെ പോയി ജോലി എടുത്താലും അവർക്ക് മാസത്തില് സാലറി കിട്ടും. ആൻഡ് അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ട് നിങ്ങൾ കരയുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവർ പണിയെടുത്തിട്ടാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഫ്രീ മണി. ഓക്കെ? ആൻഡ് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോലെ സാലറി ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഈ അന്നം കൊടുക്കണു, ഇത്ര പെൺപിള്ളേർക്ക് ജീവിതം കൊടുക്കുന്നു, അത് ദാറ്റ് ഇസ് നോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾ അവരെ കൊണ്ട് നല്ല പോലെ മരിച്ച് പണിയെടുപ്പിക്കും. നിങ്ങൾ തന്നെ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ നിങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ടൈമും അവരുടെ ഉറക്കവും എല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സാലറിയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ? അത് പിന്നെയുള്ളൊരു മാറ്റർ എന്ന് പറയുന്നത് ഈ സിബി അതായത് അച്ചു എന്ന പറഞ്ഞ ആളുടെ ഭർത്താവ് മിസ്ബിഹേവ്ഡ് വിത്ത് ദ സ്റ്റാഫ്സ്. അത് ഭയങ്കര ഒരു ഒഫൻസ് ആണ്. അത് ഹി ഹാവ് ടു സേ സോറി. ആൻഡ് ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കുന്നു, അത് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചൂഷണം ചെയ്യുന്നത് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അറ്റ് ഓൾ. അപ്പം നിങ്ങള് തെറ്റ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ? ആൻഡ് പിന്നെ ഞാൻ ഏതൊക്കെ വീഡിയോ കണ്ടു, നിങ്ങൾ ഈ കൊടുക്കാനുള്ള പൈസയും ഫോണും ഒക്കെ തിരിച്ചു കൊടുക്കുന്നുള്ള ദാറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഈ പറഞ്ഞ പോലെ സിബി ഒന്നെങ്കിൽ വന്നിട്ട് പബ്ലിക്കലി ആക്സെപ്റ്റ് ചെയ്യണം, ഞാനത് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഈ മിസ്ബിഹേവ് ചെയ്ത പെൺപിള്ളേരുടെ അടുത്തൊക്കെ സോറി പറയണം. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായിരുന്നു, എന്തൊരു മാറ്റർ ഉണ്ടല്ലോ. പിന്നെ ഈ കടൽ മച്ചാൻ എന്ന് പറഞ്ഞ കടൽ മച്ചാൻ എന്ന് പറഞ്ഞ ആള്
പിന്നെ അത് എല്ലാവരെയും വിളിച്ചിട്ട് പൈസക്ക് കോംപ്രമൈസ് അതിന്റെ ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് ഈ ഒരു അനുഭവം വരുന്നതെങ്കിൽ ഹൗ വിൽ യു റിയാക്ട്? സ്വന്തം വീട്ടിൽ വന്നെന്ന് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പം കാണാൻ രസമാണെന്ന് പറഞ്ഞ പോലെയാണ് അതിന്റെ അവസ്ഥ. ആൻഡ് പിന്നെ ലാസ്റ്റ് എനിക്കൊരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളത്, ഞാൻ ഈ അച്ചു എന്ന് പറഞ്ഞ ആളുടെ ലാസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടതെന്ന് തോന്നുന്നു, കരയുന്നൊരു ഫോട്ടോ. ഞാനും ഇത്രയും ആൾക്കാരും എല്ലാരും കൂടെ ആത്മഹത്യ ചെയ്താലോ എന്ന് പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആൻഡ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. ഇത് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതും ഒരു ഒഫൻസ് ആണെന്ന് തന്നെ എനിക്ക് ലൈക്ക് ലോന്റെ കാര്യങ്ങൾ അത്ര വലിയ പിടുത്തമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ഓൾസോ റോങ് തിങ്. നിങ്ങളിപ്പോ നിങ്ങളതായ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണെന്ന് തന്നെ. അപ്പൊ നിങ്ങൾ ഇതൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സോഫ്റ്റ് കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു തെറ്റാണ്. നിങ്ങൾ അവിടെ ചിലപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര വീട്ടിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കും വിഷമമുണ്ടാവും. ലൈക്ക് അവരുടെ ഒരു ഇൻകം ആണ് നിന്ന് പോകുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു തോട്ട്, ആത്മഹത്യ എന്നൊരു തോട്ട്, എന്തിന്റെ അവസാനം സൂയിസൈഡ് അല്ല ഒരു സൊല്യൂഷൻ. ആൻഡ് നിങ്ങൾക്കത് ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു സാധനം ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് തന്നെ ഐ ഡോണ്ട് നോ വൈ കേരള ഗവൺമെന്റ് ഇസ് നോട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ആൻഡ് ഈ CB എന്ന് പറഞ്ഞ ആളുടെ വോയിസ് ക്ലിപ്പൊക്കെ കുറെ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടുക പൈസ കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളത്. ഇതൊക്കെ ഓപ്പൺ ഈ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട് കറങ്ങുന്നുണ്ട്. Then why the government is not taking an action? ഞാൻ ദുബായിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്. സോ ഇവിടെ ഉള്ള ഒരു റൂള്, ഗവൺമെന്റിന്റെ ഒരു സംരക്ഷണം, അത് നമ്മുടെ നാട്ടില് ഇല്ലാത്തതിന്റെ കുറവാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് മൈ ഒപ്പീനിയൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. സാലറിന്റെ കാര്യത്തില് ഐ തിങ്ക് ഓർഗനൈസേഷൻ ഇസ് ഓൺ ദ റൈറ്റ് സൈഡ്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷന് ഡിസൈഡ് ചെയ്യാം സാലറി എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, ആൻഡ് സ്റ്റാഫ്സിന് ഡിസൈഡ് ചെയ്യാം അതെ എങ്ങനെയുള്ള സാലറിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത്. ആ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി ഐ ആം വിത്ത് ഒലീവിയ. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ മാറ്റേഴ്സ് ലൈക്ക് പറയുന്നത് സേവനമാണ്, പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുക, ബ്ലഫിംഗ് ആണത്. ആൻഡ് മിസ്ബിഹേവിംഗ് വിത്ത് ദ സ്റ്റാഫ്സ്, that is non acceptable ആണ്. Like government have to take a look into it. അതന്നെ, വേറെ ഒന്നുമില്ല. ആൻഡ് ആത്മഹത്യ, that's not an option. And it's like അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, that's a big crime. That's it. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് പിന്നെ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു നല്ലൊരു റെസ്പോൺസ് തരികയാണെങ്കിൽ I'll be doing the reaction videos. Bye.